സ്കൂൾ സമയമാറ്റം വിശദമായ പഠനത്തിന് ശേഷമെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ 24-ന് കിട്ടി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ 10-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ പഠനം നടത്തി. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമിടയിൽ അഭിപ്രായം തേടി. സ്കൂൾ സമയം വർദ്ധിപ്പിക്കുന്നതിൽ രക്ഷിതാക്കൾ കടുത്ത പിന്തുണ നൽകിയെന്നാണ് വിവരം. വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ 24 ഇപ്പോൾ പുറത്തുവിടുകയാണ്. 24 ബിഗ് ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കാര്യമായ പഠനം കേരളത്തിലുടനീളം നടത്തിയതിന് ശേഷമാണോ ഇത്തരമൊരു പരിഷ്കാരം വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നത്? ഗുഡ് മോർണിംഗ് എക്സ്റ്റേൻ. തീർച്ചയായും സംസ്ഥാനത്ത് ഉടനീളം ഇത്തരമൊരു പഠനവുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി സർവേ നടത്തി. സർവേയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സ്കൂൾ സമയ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് സ്കൂൾ സമയം ഏകദേശം രാവിലെ നേരത്തെ ഉണ്ടായിരുന്നത് 10 മണി മുതൽ 4 മണി വരെയായിരുന്നു. അത് രാവിലെ 9:45 മുതൽ 9:45 മുതൽ വൈകുന്നേരത്തെ ക്ലാസ് സമയം 4:15 വരെ ദീർഘിപ്പിക്കുന്നു. അതായത് ഉച്ചയ്ക്ക് മുൻപുള്ള സമയം അരമണിക്കൂറും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം 1/4 മണിക്കൂറും എന്ന രീതിയിൽ ഒരു ദിവസം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഈ ശുപാർശയ്ക്കെതിരെ സമസ്തയടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തുകയും നാളെ സർക്കാർ വിശദമായ ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെയാണ് ഈ വിഷയത്തിൽ ചർച്ച നടക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിലാണ് 24 ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഏകദേശം 170ഓളം പേജുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാർ നേരത്തെ വിദഗ്ധ സമിതി സമർപ്പിച്ചത്. വിദഗ്ധ സമിതിയിൽ വിവിധ തലത്തിലുള്ള സർവേകൾ നടത്തിയിരുന്നു. അതായത് ഈ സർവേകളിൽ പങ്കെടുത്തത് 819 അധ്യാപകർ ഈ സർവേകളിൽ അഭിപ്രായം പറഞ്ഞു. വിദ്യാർത്ഥികൾ 520 വിദ്യാർത്ഥികളിൽ നിന്ന് അഭിപ്രായം തേടി. രക്ഷിതാക്കളായ 156 പേരിൽ നിന്ന് അഭിപ്രായം തേടി. ഇതുകൂടാതെ 4490 പൊതുജനങ്ങളെ കൂടി നേരിട്ട് കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ തേടി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത്. 6 ജില്ലകളിലാണ് പഠനം നടത്തിയത്. അത് ഓരോ ജില്ലകളുടെയും പ്രത്യേകതകളൂടി കണക്കെടുത്തിലാണ് ഈ 6 ജില്ലകളെ തിരഞ്ഞെടുത്തത്. വയനാട്, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലായിരുന്നു ഈ പഠനത്തിന് മുന്നോടിയായിട്ടുള്ള സർവേകൾ നടത്തിയത്. എന്തായാലും ഈ സർവേയിൽ പങ്കെടുത്ത രക്ഷിതാക്കളിൽ ഭൂരിഭാഗം പേരും സ്കൂൾ സമയ മാറ്റത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എടുത്തത്. അതായത് ഒന്നുകിൽ അധികമായി ശനിയാഴ്ച ക്ലാസ് സമയം വയ്ക്കുക, അല്ല എങ്കിൽ ഇപ്പോഴുള്ള തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ സമയം ഈ ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായി വരുന്നത്. എന്നാൽ ശനിയാഴ്ച കൂടി ക്ലാസ് വെക്കുന്നതിനെ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നുപോലെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥി സംഘടനകളും ശനിയാഴ്ച ക്ലാസ് വെക്കുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. പക്ഷേ അരമണിക്കൂർ ക്ലാസ് കൂട്ടുന്നതിനോട് പൂർണ്ണ പിന്തുണയായിരുന്നു ഈ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം സംസ്ഥാനത്ത് നിലവിൽ ഒരു ഹൈസ്കൂൾ വിഭാഗം, അതായത് 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ കുട്ടികൾക്ക് നിലവിൽ ലഭിക്കുന്ന ക്ലാസ് സമയം എന്ന് പറയുന്നത് 975 മണിക്കൂർ മാത്രമാണ് ഒരു വർഷം ലഭിക്കുന്നത്. അത് ദേശീയ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോക്കിയാൽ പോലും ഏറ്റവും കുറഞ്ഞത് 1100 മണിക്കൂറെങ്കിലും ഉയർത്തണം. ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു പഠനം സർക്കാർ നടത്താൻ തീരുമാനിച്ചത്. എന്തായാലും വിശദമായി തന്നെ ഈ വിഷയത്തിൽ പഠനം നടത്തിയിരിക്കുന്നു. ഇതിൽ സ്കൂൾ ദിവസം പരമാവധി സമയം ഉപയോഗിക്കാമെന്ന് 50%-ലധികം രക്ഷിതാക്കൾ, ഈ സർവേയിൽ പങ്കെടുത്ത രക്ഷിതാക്കൾ ഈ സർവേയിൽ അഭിപ്രായം പറഞ്ഞു. കൂടാതെ സിലബസ് കുറയ്ക്കാനും അനാവശ്യ അവധികൾ കുറയ്ക്കാനും 41% രക്ഷിതാക്കളാണ് അഭിപ്രായം പറഞ്ഞത്. അതേസമയം ഈ അവധികൾ പുനഃപരിശോധിക്കാൻ, നിലവിലുള്ള അവധി, അതായത് ഓണാവധി, ക്രിസ്മസ് അവധി തുടങ്ങിയവ പുനഃപരിശോധിക്കാനുള്ള അഭിപ്രായം പറഞ്ഞത് 0.6% മാത്രമാണ്. സംസ്ഥയടക്കം വിവിധ സംഘടനകൾ ഈ അവധികൾ പുനഃപരിശോധിക്കുക എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ രക്ഷിതാക്കളൊന്നും ഇതിന് അനുകൂലമല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 0.6% രക്ഷിതാക്കൾ മാത്രമാണ് ഈ അവധി പുനഃപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായത്തിൽ പിന്തുണച്ചത്. ബാക്കിയുള്ളവരെല്ലാം ഈ അവധികൾ പുനഃപരിശോധിക്കേണ്ടതില്ല, പക്ഷേ അനാവശ്യ അവധികൾ നൽകരുത് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൂടാതെ കൂടുതൽ പ്രവൃത്തി ദിനങ്ങൾ, അതായത് പഠന ദിവസങ്ങൾ കൂട്ടുന്നതിന് പൊതുജനങ്ങളും എതിർത്തു. 87.2% പൊതുജനങ്ങളും ഈ പഠന ദിവസങ്ങൾ കൂട്ടുന്നത്, അതായത് ഞായറാഴ്ചയോ ശനിയാഴ്ചയോ മറ്റേതെങ്കിലും ദിവസവും കൂടി പഠന ദിനമായി ഉൾപ്പെടുത്തുന്നതിനെ എതിർത്തു. അതിനവർ പറഞ്ഞ കാരണം, ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ ഓവർലോഡാണ്. അതിന് കൂടുതൽ സമയം കുട്ടികൾക്ക് ഉല്ലസിക്കാനുമുള്ള ദിവസമാണ് ശനി ഞായർ ദിവസങ്ങളെല്ലാം. ആ ദിവസങ്ങളിൽ കൂടി പഠനം നടത്തുന്നതിനോട് തങ്ങൾ എതിരാണ് എന്നാണ് ഈ പഠനത്തിൽ പങ്കെടുത്ത കൂടുതൽ പേരും പറഞ്ഞത്. എന്തായാലും വിശദമായി തന്നെ ഈ വിഷയം സർക്കാർ പഠിച്ച ശേഷമാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലാകുന്നത്. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.